നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത്, പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായി ചർച്ച ചെയ്ത ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ടി.പി. ചന്ദ്രശേഖരൻ്റെ വധക്കേസ്, അതിൻ്റെ ഹൈക്കോടതിയുടെ അപ്പീൽ വിധി വന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതിൽ വിചാരണ കോടതി വെറുതെ വിട്ട ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തുകയും അവരെ കൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്ത വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ പങ്കില്ല എന്ന് പറയുന്ന ആളുടെ പങ്ക് വളരെ വ്യക്തമായി കോടതി നിരീക്ഷിച്ച ഒരു സമയത്ത് അത് ഇവിടെ രാഷ്ട്രീയമായിട്ട് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ ചർച്ച അതുപോലെ തന്നെ അതിനുശേഷം വന്ന പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം, ആ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം നടത്തണം. എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെയൊരു ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും ഉണ്ടായത് എന്നതിൻ്റെ കാരണം കണ്ടെത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് എന്താണ് ചെയ്തത്? പോലീസിൻ്റെ റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് CPM-ൻ്റെയും DYFI-ക്കാരുടെയും പങ്ക് പറഞ്ഞിട്ടും പക്ഷേ അതിനെ തള്ളിപ്പറയുകയും ന്യായീകരിക്കുകയും ചെയ്ത ആളുകൾ അതല്ല ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഞങ്ങളന്ന് പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പാനൂരിൽ നടന്നത് എന്നതാണ് ആരോപിച്ചത്. അതിൻ്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അഴിയൂരിൽ ഞങ്ങളുടെ 2 RMPIയുടെ പ്രവർത്തകരെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയത്. ഭീകരമായ ആക്രമണമായിരുന്നു. 2 പേരെ റോട്ടിലേക്ക് വിളിച്ചു വരുത്തി 20ഓളം സംഘങ്ങൾ അവർ ഒരു വാട്സപ്പിൽ, അതിലും വളരെ മോശമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരെ വോയിസ് ക്ലിപ്പ് അയച്ചപ്പോൾ അതിനെതിരെ സംസാരിച്ച വിഷയമാണ് അവിടെ ഉണ്ടായത്. എന്നിട്ട് അവിടെ ടൗണിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരെ ആക്രമിക്കുന്ന, സംഘടിതമായി വന്ന് ആയുധങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ആയുധങ്ങളും ഈ ചോരക്കളിയുടെയും ഈ ബോംബ് രാഷ്ട്രീയവും ഇവിടെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ജനങ്ങൾ മുഴുവൻ, കാരണം അത്തരത്തിലൊരു രാഷ്ട്രീയമല്ല നമുക്കാവശ്യം എന്ന് പറയുന്നൊരിടത്താണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത്. ഇത് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിനുണ്ടോ എന്നതുപോലും ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ഇത്രയും നാളായിട്ട് ഇതിൻ്റെ ആളുകളെ കണ്ടെത്താതെ ഇതിനെ ഒളിച്ചു കളിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ, ഏറ്റവും അവസാനം ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിൽ CPM-ൻ്റെ ഒരു നേതാവ്, വനിതാ നേതാവ്, മുൻ മന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെയായ ഒരാളാണിത് പറയുന്നത്. അത് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, അവർ നടത്തേണ്ട ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് പോലീസ് ചെയ്തിട്ടില്ല. ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണ് ഈ കാര്യങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമം ഉണ്ടാകരുത്. ഇവിടെ വളരെ കൃത്യമായ ഈ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. രാഷ്ട്രീയ ആരോപണങ്ങളെ വ്യക്തി അധിക്ഷേപമായിട്ട് കാണേണ്ടതില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ടും ഏത് മണ്ഡലത്തിലായാലും ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ അഴിമതിയായാലും അവർ നടത്തുന്ന അക്രമങ്ങളായാലും ഒക്കെ ആ പ്രദേശത്ത് ചർച്ച ചെയ്തു. ആ ചർച്ചയാണ് ഇവിടെ ഒരുപക്ഷെ കോവിഡ് അഴിമതി ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ചർച്ച ആവുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് രാഷ്ട്രീയമാണ്. കൃത്യമായ രാഷ്ട്രീയം ഇതിനകത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വടകര മണ്ഡലത്തിൽ. അതുപോലെ തന്നെയാണ് TP കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇരട്ട ജീവപര്യന്തവും വിറ്റയച്ച പ്രതികളെ ശിക്ഷിച്ചതും ഉൾപ്പെടെ അതിൽ കുഞ്ഞനന്തൻ്റെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം അതിൻ്റെ പിഴയൊടുക്കണമെന്നുള്ള ഏറ്റവും ശക്തമായ താക്കീതാണ് കോടതി തന്നിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കൊലയാളികളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ ഇവിടെ സജീവമായി ചർച്ചയാവുന്നുണ്ട്. അതൊരിക്കലും വ്യക്തി അധിക്ഷേപമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളെ വ്യക്തി അധിക്ഷേപമായിട്ട് കാണരുത്. അങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കവും ഇവിടുത്തെ പ്രബുദ്ധരായ വടകരയിലെ വോട്ടർമാർ തിരിച്ചറിയും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യമേ, ഇവിടുത്തെ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഇരയാക്കപ്പെട്ട, ഒരുപക്ഷെ ഉമാ തോമസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹവും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അവർ നേരിട്ട ഒരു പ്രശ്നങ്ങളുണ്ട്. PTയുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമൊക്കെ അവർ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വിഭാഗത്തിന് അങ്ങനെ സ്ത്രീകൾക്കെതിരെ, ഇപ്പം മാധ്യമപ്രവർത്തകർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എത്രയെത്ര
മാധ്യമപ്രവർത്തകർക്ക് നേരെ. ഇവിടെ ഒരു കുഞ്ഞിനു വേണ്ടി സമരം ചെയ്ത ഒരു അനുപമയ്ക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, വാളയാറിലെ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് നേരെ നടന്ന സൈബർ ആക്രമണങ്ങൾ, അങ്ങനെ നിരവധി സ്ത്രീകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എന്ത് നടപടിയാണ് എടുത്തത്? ഞങ്ങൾക്കതാണ് ചോദിക്കാനുള്ളത്. ആ നടപടി വേണ്ടേ? ആ നടപടി എടുക്കേണ്ടത് ആരായിരുന്നു? അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു സ്ത്രീയും ഇതുപോലെ രാഷ്ട്രീയം പറയുമ്പോൾ, സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, വ്യക്തമായ വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനവും ഒരാളുടെയും ഭാഗത്തുനിന്നുണ്ടാവരുത്. ആരുടെ ഭാഗത്തുനിന്നുണ്ടാണോ ഉണ്ടായത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇനി LDF UDFിൻ്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള ഒരു അധിക്ഷേപവും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു സംഗതികളും ഇതുവരെ ഒരു നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരെ പൂർണ്ണ ഒരു തരത്തിലും സംരക്ഷിക്കാനും ഞങ്ങൾ തയ്യാറല്ല. എല്ലാ അർത്ഥത്തിലും അതിനെ തള്ളിപ്പറയുന്നു. ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു അർത്ഥത്തിലും അതിനെ ന്യായീകരിക്കില്ല, അവരുടെ കൂടെ നിൽക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷാഫി പറമ്പിലിൻ്റെ അറിവോടുകൂടിയാണ്, ഷാഫി പറമ്പിലാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റായ പ്രചരണം, നുണപ്രചരണം അവസാനിപ്പിക്കണം. അതല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതിനെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. അതാണ് തീർച്ചയായിട്ടും എനിക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഈ നാടിൻ്റെ സമക്ഷം പറയുവാനുള്ളത്. കാരണം അത്രയേറെ വേദനയിൽ കൂടിയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടായത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഞാൻ എൻ്റെ കാര്യം പറയാനല്ല പറയുന്നത്, പക്ഷേ അത്തരം വേദന അനുഭവിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ. അതുകൊണ്ട് ആ ഒരു വേദന ഇനിയൊരു സ്ത്രീക്കും ഉണ്ടാകരുത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇനിയൊരു സ്ത്രീക്കും ഉണ്ടാകരുത്. അതിന് ചെയ്യേണ്ടവർ, നടപടി സ്വീകരിക്കേണ്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ വിഷയം. എവിടെയാണ് പോലീസ്? ഞാൻ കൊടുത്ത പരാതികളുടെ കെട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഉണ്ടാകും. എന്തേ നടപടി എടുക്കാത്തത്? എന്തേ അന്വേഷണം കൊണ്ടുപോകാത്തത്? ആരാണെങ്കിലും തള്ളിപ്പറയാനും മുഖം നോക്കാതെ നടപടിയെടുക്കാനും തയ്യാറുണ്ടോ എന്നതാണ് ഞങ്ങൾക്കുള്ള ചോദ്യം.